അനിൽജി, കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഉണ്ടാകുന്നു. ഈ കഴിഞ്ഞ ദിവസം തന്നെ മറ്റൊരു സംഭവം കൂടി ഉണ്ടാകുന്നുണ്ട്. ഗണേശന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തില് അവർ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, അവര് ചൈൽഡ് ഓഫ് ക്രൈസ്റ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അനിൽജി അതിനെക്കുറിച്ച് ഒരു പോസ്റ്റൊക്കെ ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം സിവിൽ സർവീസ് എക്സാം കഴിഞ്ഞതിന്റെ റിസൾട്ട് വരുമ്പോൾ ഹിന്ദു നാമധാരിയായ ഒരു കുട്ടി അതിൽ വിജയം നേടുകയും, പക്ഷേ അത് തന്റെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ ആയിട്ട് കാണിക്കുന്നത് ക്രൈസ്തവ വിശ്വാസത്തിലേക്കാണ്. അപ്പോൾ വ്യാപകമായിട്ടുള്ള രീതിയിൽ പേരിൽ ഹിന്ദു ആയിരിക്കാം, പക്ഷേ ക്രൈസ്തവ വിശ്വാസം പിന്തുടരുന്നവരുടെ എണ്ണം കൂടുന്നുണ്ട്. ഇതേക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? വളരെ നല്ല ചോദ്യമാണ്. ഞാൻ തന്നെ നിങ്ങളുടെ ചാനലിൽ ശ്രീ സുനിൽ വടയാറുമായിട്ടൊരു ചർച്ച കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയിരുന്നു, ഇതേ വിഷയം തന്നെ. ആ വിഷയത്തിലും കേരളത്തിലെ ഒരു മന്ത്രി ഇത്തരത്തിലെ ക്രിപ്റ്റോ ക്രിസ്ത്യനാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ഗണേഷ് കുമാർ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സമാന സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന പല വീഡിയോസും നമ്മൾ കാണുമ്പോഴും, ഇന്നലെ ഗണേഷ് കുമാറുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഭാര്യ മാതൃഭൂമി ദിനപത്രവുമായി നടത്തിയ ഒരു സംഭാഷണവും നമ്മൾ വായിക്കുമ്പോൾ അല്ലെ മനസ്സിലാക്കുമ്പോൾ, ഇന്ന് കേരളത്തില് ഹിന്ദു നാമധാരികളായിട്ട് നിൽക്കുകയും എന്നാൽ മാനസികമായിട്ടും മറ്റു രീതികളിലും ഒക്കെ തന്നെ ക്രൈസ്തവ വിശ്വാസം പുലർത്തുകയും ചെയ്യുന്നവരുടെ എണ്ണം വളരെ കൂടി വരുന്നു എന്നാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം ബിന്ദു മേനോൻ എന്താണ് പറഞ്ഞത്? ഭർത്താവിന്റെ അവിഹിതം കൈയോടുകൂടി പിടിച്ചു. അവരതിനെ പറ്റി വളരെ വലിയ ആദ്യം വാചാലയായിട്ടുള്ള ആ സ്ത്രീ പിന്നീട് എന്താണ് പറഞ്ഞത്? എന്റെ കയ്യില് ചൈൽഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന് ഞാൻ പച്ച കുത്തിയിട്ടുണ്ട്. അക്കാരണത്താൽ എനിക്ക് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥകളിലൊന്നും വലിയ കാര്യമില്ല, അതുകൊണ്ട് വേണ്ട ശിക്ഷയൊക്കെ കർത്താവ് കൊടുത്തുകൊള്ളും എന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ്. അത് പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഏതെങ്കിലും സാധാരണ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ല, മാതൃഭൂമി പോലെയുള്ള ഒരു ദിനപത്രത്തിൽ അച്ചടിച്ചു വന്നതാണ്. അങ്ങനെ ഞാൻ ആ ചൈൽഡ് ഓഫ് ക്രൈസ്റ്റ് ആയതുകൊണ്ട് എനിക്കിതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാൻ താല്പര്യമില്ല എന്ന രീതിയിൽ സംസാരിക്കുകയുണ്ടായി. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ കുറെ നാളിന് മുമ്പും ഇതേപോലെ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹത്തിലായിരുന്ന കാലത്തും ഇതേപോലെ തന്നെയുള്ള സുവിശേഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന്റെ വീഡിയോകളും വളരെ വ്യാപകമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഗണേഷ് കുമാറും ബിന്ദു മേനോനോട് ഒന്നിച്ചുള്ള വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട്. അന്നേരം ഇത് തന്നെയാണ് മറ്റേ ചോദ്യത്തിലുള്ള മറ്റേ കുട്ടിയെപ്പറ്റി ചോദിച്ചും അതേ സാഹചര്യത്തിലുള്ളതാണ്. കാരണം ഇന്ന് ക്രൈസ്തവ വിഭാഗം കേരളത്തിലെമ്പാടും അവലംബിച്ചിരിക്കുന്ന ഒരു മാർഗം മതം മാറ്റമല്ല, മനം മാറ്റമാണ്. അതാണ് ഏറ്റവും അപകടകരമായ കാര്യം. അതാണ് ക്രിപ്റ്റോ ക്രിസ്ത്യൻ എന്ന് ഞങ്ങളൊക്കെ പറയുന്നത്. ഇതിനു വേണ്ടിയുള്ള വലിയൊരു ലോബി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എൻട്രൻസ് പരിശീലന കേന്ദ്രങ്ങൾ, സിവിൽ സർവീസ് അക്കാഡമികളിലെയും എൻട്രൻസ് പരിശീലന കേന്ദ്രങ്ങളിലെയും കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലുകൾ, ഇവിടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ വ്യാപകമായ രീതിയിലുള്ള ആസൂത്രിതമായ മതപരിവർത്തന ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് ഞാൻ പറയാം. കാരണം ഇത്തരത്തിലുള്ള മത്സര പരീക്ഷകളിൽ പങ്കെടുക്കാൻ പോയി താമസിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ മാനസിക സമ്മർദ്ദത്തിലായിരിക്കും ആ കുട്ടികൾ. എങ്ങനെങ്കിലും ഒരു അധ്വാനത്തിന്റെ ഭാഗമായിട്ട് എങ്ങനെങ്കിലും ആ ടെസ്റ്റ് ജയിക്കണം, സിവിൽ സർവീസ് നേടണം, അല്ലെങ്കിൽ MBBS അഡ്മിഷനും കിട്ടണം തുടങ്ങിയ താല്പര്യത്തോടു കൂടിയാണ് അവർ നിൽക്കുന്നത്. അത്തരത്തിലുള്ള കൗമാരപ്രായക്കാരായിട്ടുള്ള അല്ലെ യൗവനത്തിന്റെ പടിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരിലേക്ക് ഇത്തരത്തിലുള്ള ആൾക്കാർ ചെല്ലുകയാണ്. പ്രത്യേകിച്ച് ആലപ്പുഴയിലെ കൃപാസനം പോലെയുള്ള സ്ഥാപനങ്ങളുണ്ട്. ആ കൃപാസനം ധ്യാന കേന്ദ്രം ഇറക്കുന്ന ഒരു പ്രസിദ്ധീകരണമാണ് കൃപാസനം എന്ന് പറയുന്നത്. അത് വായിക്കുകയും പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ അത് കട്ടിലിന്റെ അടിയിൽ തലയണയുടെ അടിയിലൊക്കെ വെച്ച് കിടന്നാൽ നിങ്ങൾക്ക് ഉടൻ തന്നെ റിസൾട്ട് കിട്ടും, നിങ്ങൾ വിജയിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കുട്ടികളെ ആകെപ്പാടെ ടെൻഷൻ അടുപ്പിച്ചുകൊണ്ടാണ് ചൂഷണം ചെയ്യുന്നത്. അതിനകത്തുണ്ടാകുന്ന അങ്ങിപ്പോ പറഞ്ഞതുപോലെ കൃപാസനത്തിനെ കുറിച്ചുള്ള ഇങ്ങനെ തരത്തിലുള്ള, അതായത് അത് തലയണയുടെ അടിയിൽ വെച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ ആഗ്രഹം സാധിക്കും എന്നൊക്കെ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ ഏതൊരു മതത്തിൽ വിശ്വസിക്കാനുള്ള ഒരു അവകാശം നമുക്കുണ്ടല്ലോ. അപ്പൊ അതിനെ ഇങ്ങനെ എതിർക്കേണ്ടതുണ്ടോ? അല്ല, തീർച്ചയായിട്ടും വളരെ നല്ല ചോദ്യമാണ്. ആർക്കും ഏത് മതത്തിലും വിശ്വസിക്കുന്നതിൽ യാതൊരു വിധമായ തെറ്റുമില്ല. പക്ഷെ ഒരു മതത്തിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആളും മറ്റൊരു മതത്തിൽ വിശ്വസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഹൈന്ദവ നാമങ്ങൾ മാറ്റിക്കൊണ്ട് അതിൽ ഞങ്ങൾ ഇനി മുതൽ ക്രൈസ്തവരാണ് എന്ന് പറയുന്നതായിരിക്കും ശരി. ഒരു തെറ്റുമില്ല. മതം മാറ്റം എന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യത്തുണ്ടല്ലോ, അതിന് തെറ്റൊന്നുമില്ല. പക്ഷേ ഒരു വേഷമണിയുകയും മറ്റൊരു രൂപത്തിൽ കഴിയുകയും ചെയ്യുന്നത് ശരിയല്ല. ഹിന്ദു നാമധാരി ബിന്ദു മേനോനായിട്ടിരിക്കുമ്പോൾ അത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവർ ഹൈന്ദവ നാമധാരിയായിട്ടാണ് അല്ലെ ഹിന്ദു മത വിശ്വാസിയായിട്ടാണ് കഴിയുന്നത്. പക്ഷെ അവർ പറയുന്നത് കേട്ടാൽ അവർ ക്രൈസ്തവ മതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു മാനസികമായിട്ട്.
അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇത്തരത്തിലുള്ള ധ്യാന കേന്ദ്രങ്ങളുടെ ആൾക്കാരെ കൃപാസനം ഉൾപ്പെടെയുള്ള പത്രങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ കുട്ടികൾ എൻട്രൻസിൽ ജയിക്കുകയും സിവിൽ സർവീസിൽ ജയിക്കുകയും കഴിയുമ്പോൾ ഈ കുട്ടികളുടെ വിചാരം എന്താണ്? അത് തലയുടെ അടിയിൽ വെച്ച് കിടന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതൊക്കെ കിട്ടിയെന്ന് പറഞ്ഞ് മാനസികമായിട്ട് പിന്നീട് അവർ ആ വിശ്വാസത്തിലേക്ക് കൂടുമാറുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ശുദ്ധമായ തട്ടിപ്പാണ്. ഈ കൃപാസനത്തിനെ പറ്റി നമ്മൾ പറയുമ്പോൾ സർക്കാരിന്റെ പൈസ ഉപയോഗിച്ചുകൊണ്ട് തുടക്കം കുറിച്ചൊരു സംഭവമാണിത്. 1989 തീരദേശ പാരമ്പര്യ പൈതൃക കലകളുടെ പ്രോത്സാഹനത്തിന് വേണ്ടി സാംസ്കാരിക മിഷൻ ആയിട്ടാണ് ഈ മരിയൻ ധ്യാന കേന്ദ്രം തുടങ്ങിയത്. അന്ന് പാരമ്പര്യ കലകളെ പറ്റിയും തീരദേശ കലകളെ പറ്റിയും പോലുള്ള ഗവേഷണം നടത്താനും പഠനം നടത്താനും വേണ്ടി അതിന്റെ ചുമതലക്കാരായിരുന്ന VP ജോസഫ് എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ ആദ്യത്തെ ഡയറക്ടർ. കേന്ദ്ര സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിൽ നിന്നും സംസ്ഥാന സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിൽ നിന്നുമൊക്കെ ധാരാളം പണം കൈപ്പറ്റിയാണ് ഈ കൃപാസനം എന്ന് പറയുന്ന പരിപാടി ആരംഭിച്ചത് തന്നെ. എന്നിട്ട് നമ്മൾ നോക്കേണ്ടത് സർക്കാരിനെ പറ്റിച്ചുകൊണ്ടാണിത്. മതപരിവർത്തനം ഇപ്പോൾ നടത്തുന്നതും അല്ലെങ്കിൽ മനപരിവർത്തനം നടത്തുന്നതും ഇതാണ്. 2004 തൊട്ടാണ് ഈ VP ജോസഫ് ഇതൊരു ആത്മീയ കച്ചവട കേന്ദ്രമാക്കി മാറ്റി. സാംസ്കാരിക കേന്ദ്രം എന്ന രീതിയിൽ സർക്കാരിന്റെ പൈസ ഉപയോഗിച്ച് തുടങ്ങി ഇത് പിന്നീട് ആത്മീയ കച്ചവട കേന്ദ്രമാക്കി മാറ്റി. പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾ കൂടുതൽ വസിക്കുന്ന പ്രദേശങ്ങളിലുള്ള സ്ത്രീകളെയൊക്കെ തന്നെ മാനസികമായിട്ട് തന്നെ പ്രലോഭിപ്പിച്ചുകൊണ്ടാണ് ഈ കച്ചവട കേന്ദ്രം വളർന്നത്. അതുകൊണ്ട് ഇത് ഒരു ശുദ്ധമായ തട്ടിപ്പ് സംഭവമാണ്. ഇതിന്റെ മറവിൽ കൂടെ വ്യാപകമായ രീതിയിൽ ആൾക്കാരെ മനപരിവർത്തനം ചെയ്യുന്നു. മതപരിവർത്തനം രേഖകളിൽ ഹിന്ദുവായിട്ട് നിൽക്കുകയും മാനസികമായിട്ടും വിശ്വാസപരമായിട്ടും ക്രൈസ്തവരായി മാറുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. കാരണം ഹിന്ദുമതത്തിലെ താഴെത്തട്ടിൽ നിൽക്കുന്ന ആൾക്കാർക്ക് സംവരണത്തിന്റെ ആനുകൂല്യത്തിൽ ഏതെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് നിലനിർത്താനും പക്ഷേ ഞങ്ങളിലേക്ക് ആൾക്കാരെ എത്തിച്ചേരാനുമുള്ള കുറുക്കു വഴിയായിട്ടൊക്കെ തന്നെ ഇതിനെ ഉപയോഗിക്കുന്നു. ഇതൊരു തെറ്റായ പ്രവണതയാണ്. അതാണ് നമ്മൾ കണ്ട ഗണേഷ് കുമാറിന്റെ സംഭവത്തിലും അദ്ദേഹത്തിന്റെ ഭാര്യ ബിന്ദു മേനോന്റെ സംഭവത്തിലും മറ്റും കാണുന്ന ഉദാഹരണങ്ങൾ ഇതാണ്. ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള മതപരിവർത്തനങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായും ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് പോകുന്നത് അതിൽ ആകൃഷ്ടരായിട്ടായിരിക്കാം. അത് ഒരുപക്ഷെ പണം കൊടുത്തിട്ടായിരിക്കാം, അല്ലാതെ ഉള്ള കാര്യങ്ങൾ വഴിയും ഒക്കെ ആയിരിക്കാം. അങ്ങനെ സംഭവിക്കുമ്പോൾ അവിടെ ഈ സനാതന ധർമ്മത്തിലെ ഒരു പോരായ്മ കൂടിയല്ലേ? കാരണം നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത് വേരുറച്ചു പോകാത്തത് കൊണ്ടല്ലേ, മനസ്സുകളിൽ വേരുറക്കാത്തത് കൊണ്ടല്ലേ ഇത്തരത്തിൽ എളുപ്പത്തിൽ അവരെ മതം മാറ്റാനായിട്ട് കഴിയുന്നത്. അത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ലോകത്തുള്ള മതങ്ങളെ രണ്ടായിട്ടാണ് തിരിക്കുന്നത്. സെമറ്റിക് മതങ്ങളും നോൺ സെമറ്റിക് മതങ്ങളും. ഈ നോൺ സെമറ്റിക് മതങ്ങളായിട്ട് പരിഗണിക്കുന്നത് ഹിന്ദുമതവും ആഫ്രിക്കയിലെ ചില ഗോത്രമതങ്ങളും മാത്രമാണ്. ബാക്കി എല്ലാ മതങ്ങളും സെമറ്റിക് മതങ്ങളാണ്. ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ള ചിന്താഗതിയുമായിട്ട് മുമ്പോട്ട് പോവുകയും ഞങ്ങളുടെ ആത്മീയ ആചാരം അല്ലെ ഞങ്ങളുടെ ആത്മീയമായ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന മാർഗത്തിൽ കൂടെ പോയാൽ മാത്രമേ ശരിയാകുകയുള്ളൂ, സത്യത്തിലേക്ക് അതിന് മാത്രമാണ് മാർഗമെന്നും വിശ്വസിക്കുന്ന രീതിയിലാണ് പോകുന്നത്. ഹിന്ദു മതത്തിനെ സംബന്ധിച്ച്, സനാതന സംസ്കാരത്തെ സംബന്ധിച്ച് അങ്ങനെ അടിച്ചേൽപ്പിക്കലുകളൊന്നുമില്ല. ഹിന്ദു മതത്തിൽ നിൽക്കുന്ന ഒരാൾ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആയിക്കൊള്ളട്ടെ, യാതൊരു തെറ്റുമില്ല. അവരുടെ വിശ്വാസം മാറിക്കോട്ടെ. വിശ്വാസം മാറുമ്പോൾ രാജ്യത്തെ നിയമം അനുസരിച്ച് നിയമപ്രകാരം മതം കൂടെ ഗസറ്റിൽ പേര് കൊടുത്ത് മാറ്റണം. അല്ലെങ്കിൽ തട്ടിപ്പെന്നാണ് ഞങ്ങൾ പറയുന്നത്. മറ്റുള്ളവരെ പറ്റിക്കരുത്. ഞാൻ ബിന്ദു മേനോനായിട്ട് ഹിന്ദു നാമധാരിയായിട്ട് പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്തി കഴിയുകയും പക്ഷെ വിശ്വാസം ഹിന്ദു മതത്തിലല്ല എന്ന് പറയുന്ന ആ കാപട്യമുണ്ടല്ലോ, അതാണ് അതിനെയാണ് നമുക്ക് അംഗീകരിക്കാനൊക്കാത്തത്. ഇവർക്ക് ഏത് മതത്തിലും പോകുന്നതിന് തെറ്റൊന്നുമില്ല. ഹിന്ദു മതത്തിന്റെ ബലഹീനതയൊന്നുമല്ലത്. ഹിന്ദുമതം എത്രയോ സനാതനമായ മതമാണ്. എല്ലാവരും നശിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ട് പോലും നാളിതുവരെ നിലനിൽക്കുകയല്ലേ. പക്ഷെ അതിനെ പറ്റിക്കരുതെന്നേ പറഞ്ഞുള്ളൂ.